أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. സത്യവിശ്വാസികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് സത്യം ചെയ്യേണ്ടി വരും. നാം പറയുന്ന ഒരു കാര്യം അത് മറ്റുള്ളവർക്ക് അതിൽ സംശയം തോന്നിയാൽ ഉറപ്പുവരുത്താനായി ഞാനത് ചെയ്തിട്ടില്ല, അതല്ലെങ്കിൽ കണ്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ ഞാനത് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, മറ്റുള്ളവരുടെ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയൊക്കെ നാം ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും സത്യം ചെയ്യാറുണ്ട്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാനത് ചെയ്തു, അതല്ലെങ്കിൽ ചെയ്തില്ല എന്നിങ്ങനെ പല സന്ദർഭങ്ങളിലും നാം സത്യം ചെയ്യുന്നു. സത്യം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ വേറെ ഒരു സത്യവും നമുക്ക് പാടുന്നതല്ല. സത്യം ചെയ്യേണ്ട അനിവാര്യമായ ഒരു ഘട്ടം വന്നാൽ മാത്രം സത്യം ചെയ്യുക. അത്തരം ഘട്ടങ്ങളിൽ സത്യം ചെയ്യുമ്പോൾ അല്ലാഹുവിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ കൊണ്ട് മാത്രം നാം സത്യം ചെയ്യുക. വിശുദ്ധ ഖുർആൻ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഖുർആനിൽ നമുക്ക് ഒരുപാട് സത്യങ്ങൾ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ട് പറയുന്ന പല വിഷയങ്ങളും പല കാര്യങ്ങളും. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. വദ്ദുഹ വല്ലൈലി ഇദാ സജ, ദുഹ സമയം തന്നെയാണ് സത്യം. രാത്രി അത് ശാന്തമായി വരുമ്പോൾ അത് തന്നെയാണ് സത്യം. വത്തീനി വസ്സൈതൂൻ, അത്തിയും ഒലിവും തന്നെയാണ് സത്യം. വല ആദിയാതി ദുബഹ, വിതച്ചുകൊണ്ട് അത് ശീഘ്രം ഓടുന്നവ തന്നെയാണ് സത്യം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, നിർഭയത്വമുള്ള ഈ രാജ്യം തന്നെയാണ് സത്യം. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഇങ്ങനെ നിരവധി അനവധി സത്യങ്ങൾ, സൂര്യനെ കൊണ്ട്, ചന്ദ്രനെ കൊണ്ട്, അതുപോലെ നക്ഷത്രങ്ങളെ കൊണ്ട്, അതുപോലെ പകലിനെ കൊണ്ട്, രാത്രിയെ കൊണ്ടൊക്കെ ഇങ്ങനെ ഒരുപാട് സത്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ പ്രത്യേകിച്ച് ചെറിയ ചെറിയ അധ്യായങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ട കാര്യമാണ്. സൃഷ്ടികളായ നാം സ്രഷ്ടാവിനെ കൊണ്ടല്ലാതെ വേറെ ഒരു സത്യം നാം ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും സത്യം ചെയ്തിട്ടുണ്ട്. ഹദീസിന്റെ നാളുകളിൽ നമുക്ക് പ്രവാചകൻ സത്യം ചെയ്തതായി കാണാം. വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അതല്ലെങ്കിൽ വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, അഥവാ അല്ലാഹുവിനെ തന്നെയാണ് സത്യം എന്നിങ്ങനെ പല വിഷയങ്ങളും സംസാരിക്കുമ്പോൾ സത്യം ചെയ്തുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന
അതുപോലെ മരിച്ചു മൺമറഞ്ഞു പോയ മഹത്തുക്കളെയും കൊണ്ട് സത്യം ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പള്ളിയെ കൊണ്ട് സത്യം ചെയ്യുന്നവർ, ബാങ്കിനെ കൊണ്ട് സത്യം ചെയ്യുന്നവർ, പരിശുദ്ധമായ കഅബയെ കൊണ്ട് സത്യം ചെയ്യുന്നവർ, മക്കയെ കൊണ്ട്, മദീനയെ കൊണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള സത്യങ്ങൾ മുസ്ലിം സമൂഹത്തിലും നിലനിന്ന് വരികയാണ്. അപ്പൊ നമുക്കറിയാം, ഹജ്ജിന്റെ കർമ്മം കഴിഞ്ഞ ആളുകൾ തിരിച്ചു വരുന്ന തയ്യാറെടുപ്പിലായിരിക്കും. പല ആളുകളും അവിടെ ചെന്നിട്ട് പരിശുദ്ധമായ ഈ കഅബയും തന്നെയാണ് സത്യം എന്നിങ്ങനെ കഅബയെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. പല ആളുകളും വിചാരിച്ചതല്ല, ചില ആളുകൾ വിചാരിച്ചത് മഹാന്മാരുടെയും മഹനീയരുടെയും പേരിൽ സത്യം ചെയ്യാൻ പാടില്ല, എന്നാൽ കഅബയെ കൊണ്ട് സത്യം ചെയ്താൽ തെറ്റില്ല, അതല്ലെങ്കിൽ പള്ളിയെ കൊണ്ട് സത്യം ചെയ്താൽ തെറ്റില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് വാക്ക് കേൾക്കാൻ വന്നാൽ ഉടൻ തന്നെ ആ മനുഷ്യൻ പറയുന്ന ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്, വാക്ക് തന്നെയാണ് സത്യം എന്ന് പറയും. അന്ധവിശ്വാസമാണ്, ഇസ്ലാമിൽ അന്യമാണ്. അതല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു പള്ളി ഒന്ന് ചലിച്ചു കഴിഞ്ഞാൽ പള്ളിയുടെ ശബ്ദം കേട്ടാൽ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്നിങ്ങനെ പള്ളിയെ കൊണ്ടുപോലും സത്യം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയമായി മൊത്തത്തിൽ ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു മുസ്ലിമായ വിശ്വാസിയായ മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കലും സത്യം ചെയ്യാൻ പാടില്ല. അത് മുഹമ്മദ് നബിയെ കൊണ്ടാണെങ്കിലും സത്യം ചെയ്യാൻ പാടില്ല. മരിച്ചു മൺമറഞ്ഞു പോയ മഹാന്മാരാണെങ്കിലും ജീവിച്ചിരിക്കുന്ന മഹാന്മാരാണെങ്കിലും എന്താകട്ടെ, അല്ലാഹു അല്ലാത്ത ഒന്നിനെയും കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവം വളരെ കൃത്യമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. قال رسول الله صلى الله عليه وسلم من حلف بغير الله فقد كفر او اشرك. ആരെങ്കിലും من حلف بغير الله, അല്ലാഹുവിനെ കൂടാതെ അഥവാ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ആരെങ്കിലും സത്യം ചെയ്താൽ ഫഖദ് കഫറ, അവൻ കുഫർ ചെയ്തു, ഔ അശ്റക, അതല്ലെങ്കിൽ അവൻ ശിർക്ക് ചെയ്തു. വിഷയത്തിന്റെ ഗൗരവം എത്രയാണ്! അമ്പിയാക്കളെ കൊണ്ട് സത്യം, ഔലിയാക്കളെ കൊണ്ട് സത്യം, പള്ളിയെ കൊണ്ട് സത്യം, മക്കയെ കൊണ്ട് മദീനയെ കൊണ്ട് സത്യം എന്ന് ഒരാൾ സത്യം ചെയ്യുമ്പോൾ അവൻ കുഫർ ചെയ്തു, ശിർക്ക് ചെയ്തു, അഥവാ അവൻ കാഫിറായി, അവൻ മുശ്രിക്കായി. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു സത്യം ചെയ്യലില്ല. പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക? മക്കളുടെ കയ്യിൽ തലവെച്ചുകൊണ്ട് നമ്മൾ സത്യം ചെയ്യും, അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ കൊണ്ട് സത്യം ചെയ്യും, അതല്ലെങ്കിൽ മരിച്ചുപോയ എന്റെ കബറിൽ കിടക്കുന്ന എന്റെ ഉമ്മയാണ് സത്യം, മരിച്ചുപോയ എന്റെ വാപ്പയാണ് സത്യം. നോക്ക് നിങ്ങൾ, മാതാപിതാക്കളെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി വിരോധിക്കുകയാണ്. പ്രവാചകൻ അവരോട് പറഞ്ഞു, അലാ, നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യൻഹാകും, നിങ്ങളോട് വിരോധിച്ചിരിക്കുന്നു, അൻ തഹ്ലിഫു ബി ആബായിക്കും, നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യൽ അല്ലാഹു നിങ്ങളോട് വിരോധിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളെ കൊണ്ട് പോലും നാം സത്യം ചെയ്യാൻ പാടില്ല. ഫമൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ്, ആരെങ്കിലും സത്യം ചെയ്യുന്നെങ്കിൽ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ, സൈലന്റ് ആയിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, ലാ തഹ്ലിഫു ബി ആബായിക്കും, നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യാൻ പാടില്ല. വലാ ബി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ മാതാക്കളെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യാൻ പാടില്ല. വലാ ബി അൻദാദി, അല്ലാഹുവിന് പുറമെയുള്ള മറ്റു വസ്തുക്കൾ, അല്ലാഹുവിന് പുറമെ സമന്മാരായി ജനങ്ങൾ സ്വീകരിച്ചു പോരുന്ന അത്തരത്തിലുള്ള ഏത് വസ്തുക്കളാണെങ്കിലും അതിനെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യാൻ പാടില്ല. വലാ തഹ്ലിഫു ബില്ലാഹി ഇല്ലാ വഅൻതും സ്വാദിഖൂൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ മാത്രമേ അല്ലാഹുവിനെ കൊണ്ട് പോലും നിങ്ങൾ സത്യം ചെയ്യാവൂ. അഥവാ അല്ലാഹുവിന്റെ പേരിൽ കള്ള സത്യം ചെയ്യാൻ പാടില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കണം, അല്ല എങ്കിൽ അല്ലാഹുവിന്റെ പേരിൽ പോലും നിങ്ങൾ സത്യം ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും പ്രവാചകൻ പറയുകയാണ്, മൻ ഹലഫ ബിശൈഇൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെയുള്ള ഒരു വസ്തുവിനെ കൊണ്ടും നിങ്ങൾ സത്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഫഖദ അശ്റക, തീർച്ചയായും അവൻ ശിർക്ക് ചെയ്തു, ഔ ഖാല അലാ ഹുവ മുശ്രിക്, അതല്ലെങ്കിൽ അവിടെ പറഞ്ഞത് അവൻ
ഒന്നും കടന്നു വരുന്നില്ല എന്ന് കരുതി നാം സമാധാനിക്കുമ്പോൾ നാം അറിയാതെ പല സന്ദർഭങ്ങളിലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിനെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു, അതല്ലെങ്കിൽ അവൻ മുശ്രിക്കായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു പ്രവാചക വചനത്തിൽ നമുക്ക് കാണാം, ലൗ അന്ന അഹദകും ഹലഫ ബിൽ മസീഹി ഹലക. നിങ്ങൾ ആരെങ്കിലും മസീഹിനെ കൊണ്ട് അഥവാ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ നശിച്ചു. വൽ മസീഹു ഖൈറു മിൻ ആബായിക്കും. നിങ്ങളുടെ പിതാക്കളെക്കാളൊക്കെ ശ്രേഷ്ഠനാണ് ആര്? മഹാനായ യേശുക്രിസ്തു അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് പോലും അഥവാ പ്രവാചകന്മാരെ കൊണ്ട് പോലും നിങ്ങൾ സത്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ സത്യം ചെയ്താൽ നിങ്ങൾ നശിക്കാൻ കാരണമായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞത്, മൻ ഹലഫ, ആരെങ്കിലും സത്യം ചെയ്താൽ ഫഖാല ഫീ ഹലഫിഹി ബില്ലാഹി വൽ ഉസ്സ, അവന്റെ സത്യത്തിൽ അവൻ ലാത്തയെ കൊണ്ട് ഉസ്സയെ കൊണ്ട് എന്നിങ്ങനെ സത്യം ചെയ്തു പോയാൽ, ലാത്തയും ഉസ്സയും ഒക്കെ ആ കാലഘട്ടങ്ങളിൽ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ടിരുന്ന ആരാധ്യ വസ്തുക്കളാണ്. ഇന്ന് അല്ലാഹുവിന് പുറമെയുള്ള ലാത്തയാകട്ടെ ഉസ്സയാകട്ടെ മനാത്തയാകട്ടെ ഹുബുല്ലാഹയാകട്ടെ ബദരീകളാകട്ടെ ഉഹദീകളാകട്ടെ ഹന്തബീകളാകട്ടെ, അത് ഉഹദി ശൈഖാണെങ്കിലും റിഫായി ശൈഖാണെങ്കിലും അമ്പിയാക്കളാണെങ്കിലും മൗലിയാക്കളാണെങ്കിലും അല്ലാഹുവിന് പുറമെയുള്ള ആരാണെങ്കിലും അവരെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്തു പോയാൽ ഫലിയഖുൽ, അവൻ പറയട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്ക് നിങ്ങൾ, എത്ര ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്തു പോയാൽ അവൻ വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായിട്ടില്ല, അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയായിട്ടില്ല. മുഹമ്മദ് നബിയെ കൊണ്ട് സത്യം, ബദരീകളെ കൊണ്ട് സത്യം എന്ന് ഒരാൾ പറഞ്ഞു പോയാൽ അവൻ രണ്ടാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി തിരിച്ചു വരണം. അവന്റെ ഷഹാദത്ത് പൂർത്തിയാകണമെങ്കിൽ വീണ്ടും അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനമെങ്കിൽ ഇത്ര ഗൗരവമുള്ള വിഷയത്തിൽ എത്ര നിസ്സാരമായിട്ടാണ് മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ഇടപെട്ടു വരുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഹലഫ ബിൽ അമാനതി ഫലൈസ മിനാ. പുണ്യകരമായ കാര്യങ്ങൾ കൊണ്ടും സത്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ നമ്മിൽ പെട്ടവനല്ല. ഇവിടെ അമാനത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പുണ്യകരമായ കാര്യങ്ങൾ, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയ ഫർദായ പുണ്യകരമായ കാര്യങ്ങളാണ്. അഥവാ നമസ്കാരം കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല, സകാത്ത് കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല, നോമ്പിനെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല, ഹജ്ജിനെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. നമ്മിൽ നിന്ന് ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ പോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ അവരോട് പറയണം. ഒരുപക്ഷെ അവർ പറയും, ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ, ഞാൻ ഉംറ നിർവഹിച്ചു വന്നിട്ടേ ഉള്ളൂ, ഞാൻ നിർവഹിച്ച ഹജ്ജും ഉംറയും തന്നെയാണ് സത്യം എന്നിങ്ങനെ സത്യം ചെയ്യുന്ന ആളുകളുണ്ടാവും. പ്രവാചകൻ പറയുകയാണ്, അങ്ങനെ പുണ്യകരമായ ആരാധനാപരമായ ഫർദായ കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനേ അല്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ശാഫി മദ്ഹബിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. രണ്ടാം ശാഫി എന്നറിയപ്പെടുന്ന പണ്ഡിതനാണ്. അദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇമാം നബവി റഹ്മത്തുള്ളാഹി വിശദീകരിക്കാൻ പ്രവാചകന്മാരെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല, വൽ കഅബ, കഅബയെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല, വൽ മലായിക, മലക്കുകളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല, വസ്സമായി, ആകാശങ്ങൾ അതുപോലെ ഭൂമി, അതിനെ കൊണ്ടൊന്നും സത്യം ചെയ്യാൻ പാടില്ല, വൽ ആബായി, നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല, വൽ ഹയാതി, ജീവിച്ചിരിക്കുന്നവരെ കൊണ്ടും സത്യം ചെയ്യാൻ പാടുള്ളതല്ല. അല്ലാഹു അല്ലാത്ത ഒന്നിനെ കൊണ്ടും നിങ്ങൾ സത്യം ചെയ്യരുത്. മഹാനായ സഅദ് ഇബ്നു ഉബൈദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വെച്ച് ഒരാൾ കഅബയെ കൊണ്ട് സത്യം ചെയ്തു. വൽ കഅബ, കഅബ തന്നെയാണ് സത്യം എന്നിങ്ങനെ ഒരാൾ പറയുന്നതായി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കാൻ വന്നു. ഉടൻ തന്നെ ഇബ്നു ഉമർ ഇടപെടുകയാണ്. ആ
മനുഷ്യനോട് പറയുക, ലാ യുഹലഫു ബിഗൈരില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ നിങ്ങൾ സത്യം ചെയ്യാൻ പാടില്ല. ഫൈനി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, തീർച്ചയായും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ കുഫ്ർ ചെയ്തു, അവൻ ശിർക്ക് ചെയ്തു, അഥവാ അവൻ കാഫിറായി, അവൻ മുശ്രിക്കായി എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഒരാൾ കഅബയെ കൊണ്ട് സത്യം ചെയ്തപ്പോൾ അത് കേൾക്കാനിടയായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ തിരുത്തി കൊടുക്കുകയാണ്. ഇത് നമ്മുടെയും ബാധ്യതയാണ്. അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ ഉടനടി നമ്മൾ തിരുത്തി കൊടുക്കണം, വിഷയത്തിന്റെ ഗൗരവം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിൽ വെച്ച് സത്യം ചെയ്തു. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ. ഇസ്ലാമിന്റെ എല്ലാ വശങ്ങളും അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. പ്രവാചകനിൽ നിന്ന് ദഅവത്ത് കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഈ വിഷയത്തെ കുറിച്ച് അദ്ദേഹത്തിന് അവഗാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരിക്കൽ അദ്ദേഹം പ്രവാചകന്റെ അടുക്കൽ വെച്ച് സത്യം ചെയ്തു, ഹലഫ്തു ബില്ലാഹി വൽ ഉസ്സ, ലാത്തയെ കൊണ്ട് ഉസ്സയെ കൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബിയോട് പറയുകയാണ്, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒന്നുകൂടി പറയണം. ആ സ്വഹാബി ദേഷ്യം പിടിച്ചില്ല. ഞാൻ സ്വഹാബിയല്ലേ, ഞാൻ പ്രവാചകന്റെ അനുയായിയല്ലേ, ഞാൻ അങ്ങയിൽ വിശ്വസിച്ചതല്ലേ, അല്ലാഹുവിൽ വിശ്വസിച്ചതല്ലേ, എന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തകരാറുണ്ടോ, എന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയായില്ലേ, ഞാൻ ഇനിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണോ എന്നൊന്നും ചോദിക്കാൻ ആ സ്വഹാബി തയ്യാറായില്ല. പ്രവാചകൻ പറഞ്ഞു കൊടുക്കാണ്, സഅദേ ഖുൽ, നീ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവില്ലാതെ ഇലാഹില്ല, വഹദ, അവൻ ഏകനാണ്, ലാ ശരീക ലഹു, അവന് പങ്കുകാരനില്ല എന്ന് നീ പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികൾക്ക് തിരുത്തി കൊടുക്കുകയാണ്. അവരെ കൊണ്ട് വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയിപ്പിക്കുകയാണ്. നമ്മളൊക്കെ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം? എത്രയോ സന്ദർഭങ്ങളിൽ അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് നാം സത്യം ചെയ്തു പോയി. എങ്കിൽ ഖുൽ, നീ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല, അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല, അവനെ ഏകനാണ്, അവന് പങ്കുകാരനില്ല എന്ന് നീ പറയണം. മാത്രമല്ല സഹോദരങ്ങളെ, ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമില്ല. അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് നിങ്ങൾ സത്യം ചെയ്യരുത് എന്ന വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് ആ വിഷയത്തിൽ നമുക്ക് ഇജ്മാ കാണാൻ സാധിക്കും. മഹാനായ ഇബ്നു അബ്ദുൽ ബർറി എന്ന പണ്ഡിതൻ പറയുകയാണ്, ലാ യജൂസുൽ ഹൽഫു ബിഗൈരില്ലാഹി ബിൽ ഇജ്മാഇ, മുസ്ലിം ലോകത്തിന്റെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമാണ് അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഈ വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് രണ്ടഭിപ്രായമില്ല, ഒറ്റ അഭിപ്രായം, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു സത്യം ചെയ്യലില്ല. അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ കുഫ്ർ ചെയ്തു, അവൻ ശിർക്ക് ചെയ്തു. എന്തുകൊണ്ട് ഇത് ഇത്ര ഗൗരവമുള്ള പാപമായി തീർന്നു? എന്തുകൊണ്ട് ഒരാൾ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക, ഇന്ന കാര്യം ഞാൻ ചെയ്തില്ല, അല്ലാഹുവിനെ തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ആ കാര്യത്തിന് ഒന്നാമത്തെ സാക്ഷിയായി ഞാനിതാ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുകയാണ്, ഞാനത് ചെയ്തിട്ടില്ല എന്നതിന് സാക്ഷി അല്ലാഹു തന്നെയാണ്. എന്നെ സൃഷ്ടിച്ച, എന്നെ പരിപാലിക്കുന്ന, എന്നെ നിയന്ത്രിക്കുന്ന, എനിക്കെല്ലാം ചെയ്തു തരുന്ന എന്റെ റബ്ബ് തന്നെയാണ് അതിന് സാക്ഷി. ഇനി ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ആ വിഷയത്തിലെല്ലാം കൃത്യമായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ശിക്ഷിച്ചോട്ടെ എന്നൊരു സമ്മതം കൂടിയാണ് ആ സത്യത്തിലൂടെ ഏതൊരാളും നിർവഹിക്കുന്നത്. ഈ സത്യം അല്ലാഹു അല്ലാത്തവരുടെ പേരിലാകുമ്പോഴും ബദരീകളെ കൊണ്ട് സത്യം, അതല്ലെങ്കിൽ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു മഹാനെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ ഞാനത് ചെയ്തില്ല എന്നതിന് ഇന്ന മഹാൻ, ഇന്ന മഹദി, അതല്ലെങ്കിൽ മരിച്ചുപോയ ഇന്ന ശൈഖ് അതിന് സാക്ഷിയാണ്. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ആ മഹാന്റെ കുരുത്തക്കേട് എന്റെ
മുസ്ലിം സമൂഹത്തിലുള്ള മറ്റൊരു തകരാറ് കൂടിയുണ്ട്. അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യാൻ പറഞ്ഞാൽ ആളുകൾക്ക് ഒരു പേടിയുമില്ല, ഒരു ഭയവുമില്ല. അള്ളാഹിനെ കൊണ്ട് എത്ര സത്യം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം, എന്നാൽ ബദരീങ്ങളെ കൊണ്ടൊന്നും സത്യം ചെയ്യില്ല, പേടിയാണ്. ഇത് മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസമാണ്. ഇന്നും നിലനിർത്തിപ്പോരുന്ന ഭൂരിഭാഗം വരുന്ന മുസ്ലിം സമൂഹത്തിനിടയിലുള്ള വിശ്വാസമാണ്. ഏതെങ്കിലും കെട്ടിയുയർത്തപ്പെട്ടത് ജാറത്തിന്റെ സമീപത്ത് കൊണ്ടുപോയി നീ അത് ചെയ്തിട്ടില്ല, നീ അത് പ്രവർത്തിച്ചിട്ടില്ല എന്നതിന് ഈ കബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ശൈഖിനെ കൊണ്ട് നീ ഒന്ന് സത്യം ചെയ്യൂ എന്ന് പറഞ്ഞാൽ ശൈഖിനെ കൊണ്ട് സത്യം ചെയ്യാൻ മുസ്ലിം സമൂഹം പേടിക്കുകയാണ്, ഭയപ്പെടുകയാണ്. എന്നാൽ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യും, 1000 വട്ടം 10000 വട്ടം സത്യം ചെയ്യും. അള്ളാഹുവിനെ പേടിയില്ല, അവന്റെ പടപ്പുകളെയാണ് ഭയപ്പെടുന്നത്. ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം വിശുദ്ധ ഖുർആൻ സൂറ ബഖറ 165-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമിനൻ നാസി, മനുഷ്യരിലുണ്ട് ചില ആളുകൾ, മയ്യത്തഖിദു, അവർ ഉണ്ടാക്കുകയാണ്, സ്വീകരിക്കുകയാണ്, മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ, അൻദാദാ, ചില സമന്മാരെ, പങ്കാളികളെ. അല്ലാഹുവിന് പുറമെ ചില സമന്മാരെ സ്വീകരിക്കുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ടോ യുഹിബ്ബൂനഹും, അവർ ഉണ്ടാക്കിയ പങ്കാളികളെ അവർ സ്നേഹിക്കുകയാണ്, തഹബ്ബില്ലാ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ. എന്നാൽ വല്ലദീന ആമനു വശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ള മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് അതികഠിനമായി സ്നേഹമുള്ളവരാണ്. വിശ്വാസികൾ ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. അങ്ങനെ തന്നെയായിരിക്കണം, എങ്കിൽ മാത്രമാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാവുക. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ആരായിരിക്കണം? അല്ലാഹു റസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലുമായിരിക്കണം. അല്ലാഹുവിനേക്കാൾ അവന്റെ റസൂലിനേക്കാൾ നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിച്ചാൽ അവൻ വിശ്വാസിയല്ല, അവന്റെ ഈമാൻ പൂർത്തിയാവുകയില്ല. ഇവിടെ അല്ലാഹുവിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? അല്ലാഹുവിന്റെ പടപ്പുകളെയാണ്. അല്ലാഹുവിനേക്കാൾ കൂടുതൽ ഭയപ്പെടുന്നത് ആരെയാണ്? അല്ലാഹുവിന് പുറമെ സമന്മാരായി സ്വീകരിച്ചിരിക്കുന്ന, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, അവരുടെ കൈകൊണ്ട് അവർ നിർമ്മിച്ചിട്ടുള്ള അത്തരം ആരാധ്യ വസ്തുക്കളെയാണ്. ബദരീങ്ങളെ കൊണ്ട് സത്യം ചെയ്യാൻ വേണ്ടി, ഉഹദീങ്ങളെ കൊണ്ട് സത്യം ചെയ്യാൻ വേണ്ടി, ഔലിയാക്കളെ കൊണ്ട് സത്യം ചെയ്യാൻ വേണ്ടി, മരിച്ചു മൺമറഞ്ഞു പോയ മഹത്തുക്കളെ കൊണ്ട് സത്യം ചെയ്യാൻ വേണ്ടി. എന്നാൽ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യാൻ പറഞ്ഞാൽ യാതൊരു പേടിയും അവർക്കില്ല. അള്ളാഹുവിനേക്കാൾ കൂടുതലായി അവർ സ്നേഹിക്കുന്നതും ഭയപ്പെടുന്നതും അള്ളാഹു അല്ലാത്തവരെയാണ്, അവർ ഉണ്ടാക്കി വെച്ച പടപ്പുകളെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ ഒരിക്കലും റബ്ബിനെ കൊണ്ടല്ലാതെ ഒരു സത്യമില്ല. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് കഫറ ഔ അശ്റക, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു, അവൻ കുഫർ ചെയ്തു, അഥവാ അവൻ കാഫിറായി, അവൻ മുശ്രിക്കായി. ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്തു പോയാൽ ഖുൽ, നീ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് പറഞ്ഞ് രണ്ടാമത് ഷഹാദത്ത് കലിമ ചൊല്ലി നാം നമ്മുടെ വിശ്വാസത്തിലേക്ക്, ഇസ്ലാമിന്റെ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ഖുതുബയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله لا يرضى عن العبد يأكل الأكلة فيحمده عليها ويشرب الشربة فيحمده عليها. رواه مسلم. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീകളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയ ഒരു വചനമാണ് നിങ്ങളെ കേൾപ്പിച്ചത്.
ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലാ യർദാ അനിൽ അബ്ദി ഒരു മനുഷ്യനെ കുറിച്ച് അല്ലാഹു തൃപ്തനാണ്. അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കാൻ ഉതകുന്ന ഒരുപാട് മാർഗങ്ങൾ ഇസ്ലാമിക അധ്യാപനങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അതുവഴി അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കാൻ വേണ്ടിയാണ്. അള്ളാഹു തൃപ്തിപ്പെട്ടാലല്ലാതെ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ പോലും സാധിക്കുകയില്ല. ഇവിടെ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? വളരെ ചെറിയ ഒരു കാര്യമാണ്. നമ്മളൊക്കെ മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പലപ്പോഴും അശ്രദ്ധ മൂലം നമ്മളെല്ലാവരും വിട്ടുകളയുന്ന സംഗതിയാണ്. തീർച്ചയായും ഒരു മനുഷ്യനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആരാണവൻ? അവൻ എന്തെങ്കിലും തിന്നാൽ അല്ലാഹുവിനെ സ്തുതിക്കും, അഥവാ അൽഹംദുലില്ലാഹ് എന്ന് പറയും. അവൻ എന്തെങ്കിലും കുടിച്ചാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയും, അല്ലാഹുവിനെ സ്തുതിക്കും. അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ സാധിക്കുന്ന, നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും കഴിയുന്ന, 10 പൈസയുടെ പോലും ചെലവില്ലാത്ത ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ, എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ, അത് കുടിച്ചു കഴിഞ്ഞാൽ, തിന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് റബ്ബേ, ഇത് എനിക്ക് നൽകിയത് നീയാണ്, എന്നെ കുടിപ്പിച്ചവൻ നീയാണ്, എനിക്ക് തിന്നാൻ തരുന്നവൻ നീയാണ്, അൽഹംദുലില്ലാഹ് എന്ന് നാവ് കൊണ്ടല്ല ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി പറയാൻ നമുക്ക് സാധിക്കണം. ഒരിറ്റ് വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ അത് ഇറങ്ങിപ്പോകണല്ലോ. അത് ഇറങ്ങിപ്പോകാത്ത എത്രയോ ആളുകളുണ്ട്. ഒരിറ്റ് വെള്ളം ഇറക്കാൻ പോലും അവരെ കരുത്ത്, അതല്ലെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം തുടച്ചുകൊണ്ട് ട്യൂബിട്ടുകൊണ്ട് ആ ട്യൂബിലൂടെ വെള്ളം കുടിക്കേണ്ടി വരുന്ന ദയനീയമായ അങ്ങേയറ്റത്തെ പ്രയാസം അനുഭവിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രയാസമില്ലാതെ ഇത് ഉള്ളിലേക്ക് പോകുന്നുണ്ടല്ലോ. ഇനി ഉള്ളിലേക്ക് പോയാൽ മാത്രം പോരാ, ഇത് മൂത്രമായി ഈ വെള്ളം പുറത്തേക്ക് പോയില്ലെങ്കിലുള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. മൂത്രം പോകാതെ ട്യൂബിട്ടുകൊണ്ട് അതിലൂടെ മൂത്രം പുറത്തേക്ക് കളയില്ല, അതല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കുന്ന എത്രമാത്രം പ്രയാസകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാൽ ഇത് ദഹിക്കണമല്ലോ. അത് ദഹിപ്പിക്കാനുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകണമല്ലോ. ഭക്ഷണം ഉണ്ടായിട്ടും അത് കഴിക്കാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കോടിക്കണക്കിന് സമ്പത്തുള്ള ആളുകൾ, കൊട്ടാര സമാനമായ വീടുകളിൽ താമസിക്കുന്നവർ, കോടികൾ വിലമതിക്കുന്ന 1, 2, 3 വാഹനങ്ങൾ അവരുടെ വീടിന്റെ മുറ്റത്ത് അവർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം, അവർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം അവരുടെ മുന്നിൽ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചാൽ പോലും അവർ ആഗ്രഹിക്കുന്ന ഭക്ഷണം അവർക്ക് കഴിക്കാൻ കഴിയുന്നില്ല. പല രോഗവും അവരുടെ ശരീരത്തെ കാർന്നു തിന്നുന്നു എന്നുള്ളത് കൊണ്ട് കോടികൾ ഉണ്ടായിട്ടും ഒരു കട്ടൻ ചായയിലൊന്നും മധുരമിട്ട് ഒന്ന് ആസ്വദിച്ച് കുടിക്കാൻ കഴിയാത്ത എത്ര ആളുകളുണ്ടെന്നറിയാം. തന്റെ മുന്നിലുണ്ടായിട്ടും വീട്ടിലുണ്ടായിട്ടും കയ്യിലുണ്ടായിട്ടും അവർക്ക് തിന്നാൻ കഴിയുന്നില്ല, അവർക്ക് കുടിക്കാൻ കഴിയുന്നില്ല. നമ്മൾ തിന്നുന്നുണ്ട്, നമ്മൾ കുടിക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ് എന്ന് ഉള്ളിൽ വരണം, നാവിന്നല്ല വരേണ്ടത്. ഉള്ളിലേക്ക് ചെന്നാൽ ഈ കഴിക്കുന്ന ഭക്ഷണം അത് വിസർജ്യമായി പുറത്തേക്ക് പോയില്ലെങ്കിൽ, 1 ദിവസം 2 ദിവസം 3 ദിവസം നമ്മുടെ വയറ്റിൽ പോയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോകും. വയറ്റിൽ പോയില്ലെങ്കിൽ ഇത് ഉള്ളിലേക്ക് പോയാൽ മാത്രം പോരാ, പുറത്തേക്ക് പോകണം വേസ്റ്റ് ആയിട്ട്. ഈ സംവിധാനങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ശരീരത്തിൽ അല്ലാഹു ഒരുക്കി തന്നു. കുടിക്കാനും തിന്നാനുമുള്ളത് ഇവിടെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചു. ആകാശത്തിൽ അവൻ നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നു. ആ വെള്ളം മൂലം നിങ്ങൾ
തിന്നുമ്പോഴും കുടിക്കുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമ്മൾ മറന്നു പോകരുത്. ഗസയിലേക്ക് നോക്ക്, നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മണിക്കൂറുകളോളം ക്യൂ നിൽക്കുമ്പോ ആ ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്ന ക്യൂവിലേക്ക് പോലും മാരക ശക്തിയുള്ള ബോംബിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ എന്താ പറയുക അവരെ പറ്റി? പല വാക്കുകളും എന്റെ നാവിൽ വരുന്നു. മിമ്പറിന്റെ പരിശുദ്ധി ഓർത്തുകൊണ്ട് ഞാൻ നിർത്തിക്കളഞ്ഞതാണ്. അങ്ങേയറ്റം ക്രൂരന്മാരായ ഇസ്രായേലിന്റെ മക്കൾ കാണിച്ചു കൂട്ടുന്ന കൊടും ഭീകരത. എത്ര പിഞ്ചു മക്കളാണ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നത്. എന്തിനേറെ പറയണം, നമ്മുടെ നാട്ടിൽ ഒരു 2 ദിവസം 3 ദിവസം ശക്തമായ പേമാരി ഉണ്ടായാൽ വീടുകളിൽ വെള്ളം കയറി, വിദ്യാലയങ്ങളിൽ വെള്ളം കയറി, താമസിക്കാൻ കഴിയുന്നില്ല. കിടപ്പാടമുണ്ട്, പക്ഷെ കിടക്കാൻ കഴിയുന്നില്ല. ക്യാമ്പുകളിലേക്ക് മാറുകയാണ്. പല സ്ഥലങ്ങളിൽ പോയി ഒന്നിച്ച് താമസിക്കേണ്ടി വരികയാണ്. പൈസയുണ്ട്, പക്ഷേ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. തിന്നുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ടോ? ഭക്ഷണമില്ലാതെ വലയുന്ന ആളുകൾ, ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ മുന്നിൽ കൈനീട്ടുന്ന ആളുകൾ. ഇത് ഓർക്കുമ്പോഴാണ് ഞാൻ കുടിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും ഒരിറ്റ് ഭക്ഷണമാണെങ്കിലും അതെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരണം. പ്രവാചകൻ പറയാ, ഇന്നല്ലാഹ ലാ യർദാ അനിൽ അബ്ദി, ഒരാളെ പറ്റി അല്ലാഹു തൃപ്തനാണ്, അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിന്റെ തൃപ്തി ആ മനുഷ്യന് ലഭിച്ചിരിക്കുന്നു. ആരാണവൻ? യഅകുലുൽ അക്ലത ഫയഹ്മദുഹു അലൈഹാ വയശ്റബു ശർബത ഫയഹ്മദുഹു അലൈഹാ, അവൻ എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും അല്ലാഹുവിനെ തഹ്മീദ് ചെയ്യുന്നവനാണ്, അല്ലാഹുവിനെ സ്തുതിക്കുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ, നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ, എന്തൊക്കെ ആസ്വദിക്കുന്നുണ്ടോ, എന്തൊക്കെ അനുഭൂതി കൊള്ളുന്നുണ്ടോ, എല്ലാം അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അവന്റെ ഔദാര്യമായി അവൻ നമുക്ക് തന്നതാണ്. അതല്ലാതെ നമ്മുടെ കണ്ടുകൊണ്ട്, നമ്മുടെ തടിവെടുക്ക് കൊണ്ട്, എന്റെ ആരോഗ്യം കൊണ്ട്, എന്റെ സമ്പത്ത് കൊണ്ട്, എന്റെ അറിവ് കൊണ്ട് ഞാൻ നേടിയതാണ് എന്ന് പറഞ്ഞ് നാം അഹങ്കരിക്കരുത്. ഇതൊക്കെ എപ്പോ വേണമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ നമ്മിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ഒരു സെക്കൻഡ് പോലും റബ്ബിന് ആവശ്യമില്ല. ഇത് മനസ്സിലാക്കി ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അല്ലാഹുവിനോട് നന്ദിയുള്ളവരായി മാറുക. അത്തരം നന്ദിയുള്ളവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ജുമാഅക്ക് നേരത്തെ വരണമെന്ന് പല തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നോക്കി, നിങ്ങൾ ഈ ഫ്ലോർ ഫുള്ളായി, ഒരാളുകൾ മുകളിലും ഉണ്ടാവും. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുക. ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടാവും? സ്വബോധമുള്ള ഒരു മുസ്ലിം ഉണ്ടാവില്ല. ഉണ്ടാവും. ഇനി ഒരു 12 മണി കഴിഞ്ഞ് മഴ പെയ്യാൻ ആളുകൾ എന്താ പറയാ? മഴയായതുകൊണ്ട് ഞാൻ താമസിച്ചു. അപ്പൊ ഇന്നെന്തായിരുന്നു? ഇന്ന് താമസിച്ചു വന്ന ഈ ആളുകളൊക്കെ മറുപടി പറയാം. താമസിച്ചു വന്ന ആളുകളൊക്കെ മറുപടി പറയണം. ഇന്ന് വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്കറിയാം, ജുമുഅ ദിവസമാണെന്ന് നിങ്ങൾക്കറിയാം, അല്ലാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാം. ആയത്തോടി രണ്ടാമത്തെ ഖുതുബയിൽ തുടർച്ചയായി ആഴ്ചകളോളം ഞാൻ ആ വിഷയം ഇവിടെ ചർച്ച ചെയ്ത യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അർത്ഥം പോലും ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത്ര സുപരിചിതമാണ് നമുക്ക് എല്ലാവരും അല്ലേ? തൗറാത്തിന്റെ ഭാരവാഹികളെ പറ്റി പറഞ്ഞു ഗ്രന്ഥം ചുമക്കുന്ന കഴുതയെ പോലെയാണ്. അപ്പൊ നമ്മളെ പറ്റി എന്ത് പറയണം? ഈ ആയത്ത് നമുക്കറിയാം, ഈ ആയത്ത് നമ്മൾ കേട്ടതാണ്. ഇതൊന്നും അല്ലെങ്കിലും വെള്ളിയാഴ്ചയാണ്, ജുമുഅക്ക് നേരത്തെ വരണം. ആദ്യം വരുന്നയാള്, രണ്ടാമത് വരുന്നയാള്, പിന്നെ വരുന്നയാള്, ആ പ്രതിഫലത്തിന്റെ വലിപ്പം, അതിന്റെ കുറവ്, അതിന്റെ തോത് അത് നമുക്കറിയാം. ഇമാമ് മിമ്പറിൽ കയറി സലാത്ത് ചെല്ലുന്നതിന് മുമ്പേ പള്ളിയിൽ നമ്മൾ കയറിയാലേ നമുക്ക് അന്നത്തെ അറ്റൻഡൻസ് കിട്ടുകയുള്ളൂ. ഇതൊക്കെ നമുക്കറിയാം. എന്നിട്ട് നമ്മൾ താമസിക്കുന്നു. എന്താ കാരണം? ന്യായമായ ഒരു കാരണം ഈ താമസ ആളുകൾക്ക് പറയാനുണ്ടോ? ഹോസ്പിറ്റലിലായിരുന്നു, ഐസിയുലാണ്, ഉമ്മാക്ക് കൂട്ടിയിരുന്നതാണ്, അവിടെ നിന്ന് ഓടി വന്നതാണ്. എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത്? കേൾക്കുമ്പോൾ ന്യായം തോന്നും. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? റോട്ടിൽ പോയിരുന്നു, അവിടെ പോയിരുന്നു, വെറുതെ വർത്താനം പറഞ്ഞിരുന്നു, കുളിച്ച് തേച്ച് അങ്ങനെ പതിയെ പതിയെ മെല്ലെ മെല്ലെ നിസ്കാരം തുടങ്ങുമ്പോഴത്തേക്ക് ഇത്ര സമയമാവല്ലോ, അപ്പത്തേക്ക് ചെന്നാ പോരെ. എന്താണ് മനുഷ്യന്മാരെ ഈ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകാത്തത്? പറയുന്ന എനിക്ക് ലജ്ജ തോന്നും. ഈ താമസിച്ചു വന്ന ആളുകള് ഇതിന് മറുപടി കണ്ടെത്തണം. നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ പോയിട്ട് എന്ത് മുതലാ പറയാ? ഒഴിവ് കഴി പറയണ്ടേ? പഠിച്ചോട് നിങ്ങൾ എന്താ പറയാ? അള്ളാഹിനെ പറ്റിക്കാൻ പറ്റോ? അതുകൊണ്ട് താമസിച്ചു വന്ന ആളുകൾക്കൊക്കെയും ഈ സംസാരം വിഷമുണ്ടാക്കണം.
അതിനുവേണ്ടി തന്നെയാ പറഞ്ഞത്. ആ വിഷമം എങ്ങനെയാ തീർക്കേണ്ടത്? പുറത്തിറങ്ങിയിട്ട് കുറ്റം പറഞ്ഞിട്ടല്ല, പള്ളിയിലെ ഖത്തീബിനെയോ കമ്മിറ്റിക്കാരെയോ പള്ളിയെ ഒരു ചീത്ത പറഞ്ഞ് വേറെ പള്ളിയിൽ അടുത്ത വെള്ളിയാഴ്ച പോകുന്നത് തീരുമാനിച്ചിട്ടല്ല. ഇത് അള്ളാഹ് പറഞ്ഞതാ, നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല. പഠിച്ചോ പറഞ്ഞത് കേൾക്കൂലേ? അതുകൊണ്ട് തീരുമാനിക്കാം, അടുത്ത വെള്ളിയാഴ്ച താമസിക്കില്ല. ഒരുപക്ഷെ യാത്രക്കാരനാകാം, ദൂര സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്തു വന്നവനാകാം, യാത്രയിൽ ഓടിക്കേറിയതാകാം. അവർക്കൊക്കെ പറയാൻ ന്യായമായ ഒരു കാരണമുണ്ട്. ഇതൊന്നുമില്ലാതെ ഈ പ്രദേശത്തുള്ള ഈ നാട്ടുകാരായ ആളുകൾ ഈ പള്ളിയിൽ താമസിച്ചു വരണമെങ്കിൽ അവർക്കുള്ള കാരണം എന്താണ്? ഒരു കാരണവും ഇല്ല. അതുകൊണ്ട് ഈ അടകുടമ്പൻ നിലപാടൊക്കെ നിങ്ങൾ മാറ്റുക. മുസ്ലിമല്ലേ, അതുകൊണ്ട് സ്വയം തീരുമാനിക്കുക. അടുത്ത വെള്ളിയാഴ്ച ഞാനായിട്ട് താമസിക്കുകയില്ല, നേരത്തെ വരും എന്ന് പ്രതിജ്ഞ ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന് വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥ